നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഭരണം UDFന്റെ കയ്യിൽ. കോൺഗ്രസിലെ കെ ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. ശനിയാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 11-ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ജയശങ്കറിന്റെ പേര് 5-ാം വാർഡ് മെമ്പർ KM റസാഖ് നിർദ്ദേശിക്കുകയും 12-ാം വാർഡ് മെമ്പർ മീ ടീച്ചർ പിന്താങ്ങുകയും ചെയ്തു. LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച 10-ാം വാർഡ് ബഞ്ഞാമുക്കിൽ നിന്നും വിജയിച്ച CK സദാനന്ദൻ മാസ്റ്ററുടെ പേര് 3-ാം വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി നിർദ്ദേശിച്ചു. 10-ാം വാർഡ് മെമ്പർ PM അലി പിന്താങ്ങി. BJP മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ആകെ 18 വോട്ടിൽ പോൾ ചെയ്ത 17-ൽ 9 വോട്ടും ജയശങ്കറിനും 8 വോട്ട് സദാനന്ദ മാസ്റ്റർക്ക് ലഭിച്ചു. 9 വോട്ട് ലഭിച്ച ജയശങ്കർ വിജയിച്ചതായി മുഖ്യ ഭരണാധികാരിയായ റിയ ജോസഫ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പ്രസിഡന്റായി സ്ഥാനമേറ്റ ജയശങ്കറിനെ പഞ്ചായത്ത് സെക്രട്ടറി സുജിത് ആദ്യം ബൊക്കെ നൽകി ആദരിച്ചു. തുടർന്ന് UDF നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. 10 വർഷത്തിന് ശേഷം ഭരണം UDFന്റെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളുള്ള നന്ദിയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്തിന് സമഗ്ര വികസനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും സ്ഥാനമേറ്റതിനു ശേഷം ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ 2025-2030 കാലയളവിലെ ഭരണസമിതിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടന്നു വരാൻ കഴിയാൻ പറ്റാവുന്ന ഒരു ജനകീയ പഞ്ചായത്തായി കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനെ മാറ്റണം. വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് സർവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.